ഇത് രണ്ട് 4 ഇഞ്ച് മിഡ് റേഞ്ച് സ്പീക്കറുകളാണ്. ഒന്ന് സിപ്പും ഒന്ന് ഡൈൻറ്റിയാണ്. ഇത് സീൽഡ് ആയിട്ടുള്ള മിഡ് റേഞ്ചാണ്. ഇതിൻ്റെ ബാക്കിൽ രണ്ടിൻ്റെ ബാക്ക് സീൽഡ് ആയിട്ടാണ്. ഇത് സിപ്പാണ്, 8 ohms ആണിത്. ഇത് ഏകദേശം ഒരു മാക്സിമം പവർ 70 watts ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 30 watt അല്ലെങ്കിൽ 20 watt ഒക്കെ ഉണ്ടാവുള്ളൂ. ഇത് 8 ohms ആണ്, 30 watt ആണ് ഇവർ RMS പറയുന്നുണ്ട്, 60 watt മാക്സിമം. രണ്ടും 4 ഇഞ്ചാണ്. ഇതിൻ്റെ രണ്ടിൽ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത് അറിയണം. അത് ഈ സിപ്പ് ഫ്രീക്വൻസി, ഇത് വർക്ക് ചെയ്യണ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 400 Hz ടു 8 kHz വരെയാണ് ഇത് വർക്ക് ചെയ്തിട്ട്. അതേപോലെ ഡൈൻറ്റി ആണെങ്കിൽ 300 Hz തൊട്ട് 7000 അല്ലെങ്കിൽ 7 kHz വരെയാണ് ഡൈൻറ്റി വർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ ഡൈൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 700 Hz തൊട്ട് 4500 Hz വരെ ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ സ്ഥാനത്ത് ഈ സിപ്പിന് അങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തരാൻ കഴിയില്ല. ഒരു ഫ്രീക്വൻസി കുറഞ്ഞൊരു ഏരിയ പോലും ഇതിന് ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് തരാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ടും നല്ലത് ഡൈൻറ്റിയാണ്. ഈ സിപ്പിനേക്കാൾ എത്രയോ നല്ല ഇത് ഡൈൻറ്റിയാണ്. ഈ സിപ്പിന് ഉള്ള പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഒരു 8 kHz വരെ വർക്ക് ചെയ്യണതുകൊണ്ട് ഇതിൽ ട്രബിള് കൂടുതലായിരിക്കും ഈ ഡൈൻറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ. അതിനേക്കാളും ട്രബിൾ കൂടുതൽ സിപ്പിലായിരിക്കും. പിന്നെ രണ്ടിൻ്റെയും ഒരു പോരായ്മ എന്താ വെച്ചാൽ രണ്ടിനും SPL വളരെ കുറവാണ്. 80 dB താഴെ 2 SPL ഉള്ളൂ. അപ്പോൾ നമ്മൾ ഊഫറിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്യൂട്ടറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് തീരെയും എടുത്ത് കാണിക്കൂല. ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം മിനിമം ഉപയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാലേ നമ്മൾ ഊഫറിൻ്റെ കൂടെ അല്ലെങ്കിൽ ട്യൂട്ടറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ക്രോസ് ഓവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ട്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഊഫറിൻ്റെ സൗണ്ട് കുറച്ചാൽ അപ്പോൾ എന്താ വെച്ചാൽ മൊത്തത്തിലുള്ള സൗണ്ട് കുറയുകയും ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനത്തെ രണ്ടെണ്ണം നമ്മളൊരു 3-way ബോക്സ് ചെയ്യുമ്പോൾ 2 മിഡ് വെച്ചാൽ ഒന്നും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ പീസോ ട്യൂട്ടറിൻ്റെ ഒക്കെ കൂടെ ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ മോഡൽ നമ്പറാണിത്. അതേപോലെ തന്നെ ഡൈൻറ്റിൻ്റെ രണ്ടും നമ്മൾ സാധാ പീസോ ട്യൂട്ടർ കൂടെ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഈ ഡൈൻറ്റി എന്താ വെച്ചാൽ ഒരു 1000 Hz അതേപോലെ ഒരു 3000 Hz കട്ട് ഓഫുള്ള 3-way ക്രോസറുകളിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. ഇത് എന്താ വെച്ചാൽ അത്രത്തോളം ഇതിൻ്റെ റെസ്പോൺസ് പോരാ, അത്ര ഒരു വൃത്തിക്കുള്ളൊരു ഇതില്ല. ഫ്ലാറ്റായിട്ട് ഇതിൽ നിന്നാണ് കുറച്ചെങ്കിലും കിട്ടുന്നത്. ഫ്ലാറ്റായിട്ട് കിട്ടിയാലുള്ള മെച്ചം എന്താ വെച്ചാൽ നമുക്ക് എല്ലാ ഫ്രീക്വൻസിയും ഒരേപോലെ കേൾക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫ്ലാറ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ബാസ്, ട്രബിള്, മിഡ് ഇതെല്ലാം ഒരേപോലെ കേൾക്കണം. ചില ആൾക്കാർ പറയും ട്രബിൾ കുറവ് അല്ലെങ്കിൽ ബാസ് കുറവ് അല്ലെങ്കിൽ മിഡ് ഇല്ല, വോക്കലില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഫ്ലാറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്ന സ്പീക്കറുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഇത് മാത്രം ഫ്ലാറ്റായിട്ട് കാര്യമില്ല. നിങ്ങളുടെ ട്യൂട്ടറും ഇതിനുപയോഗിക്കുന്ന ഊഫറും ഇതിൻ്റെ കൂടെ തന്നെ ഫ്ലാറ്റായിട്ട് ഒരേപോലെ ഒരേ സൗണ്ടിൽ 2-ൻ്റെയും 3-ൻ്റെ SPL ഒരേ ലെവലിലായിരിക്കണം. എന്നിട്ട് ഫ്ലാറ്റായിട്ടുള്ള റെസ്പോൺസ് ആണെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. എല്ലാവരും അത് കിട്ടില്ല. ഫ്ലാറ്റ് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ഫ്ലാറ്റ് ആവണമെന്നില്ല. നമ്മളെ റൂമിൻ്റെ ഇതിനനുസരിച്ചൊക്കെ മാറ്റങ്ങൾ വരും കേട്ടോ. നമ്മൾ ഫ്ലാറ്റായിട്ട് ചെയ്യുന്ന ബോക്സുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. റൂമിലുള്ള റിഫ്ലക്ഷനും എക്കോ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ സ്പീക്കറിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അത് കാരണമൊക്കെ നമ്മൾ ചില ഫ്രീക്വൻസികളൊക്കെ താഴ്ന്നു പോകാൻ നമുക്ക് കേൾക്കാതിരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്.
കഴിയുന്നതും ഫ്ലാറ്റ് ആയിട്ടുള്ള സ്പീക്കറുകൾ തന്നെ ഉപയോഗിക്കുക, ഫ്ലാറ്റ് റെസ്പോൺസ് ഉള്ള സ്പീക്കറുകൾ ഉപയോഗിക്കുക. എന്നാലേ നമുക്ക് ആ ഒരു എല്ലാ സൗണ്ടും ബാസ് മുതൽ മിഡ് തൊട്ട് ട്രബിള് വരെ, അങ്ങനെ നമുക്ക് ലളിതമായി പറഞ്ഞാൽ അങ്ങനെയാണ് എല്ലാ സൗണ്ടും ക്ലിയറായി കേൾക്കും. അതാണ് ഫ്ലാറ്റ് റെസ്പോൺസിൻ്റെ ഒരു ഗുണം. ഫ്ലാറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ ട്രബിൾ കയറി നിൽക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മിഡ് കയറിക്കും, അപ്പോൾ അല്ലെങ്കിൽ ബാസ് കയറിക്കും. അപ്പോഴൊക്കെ നമുക്ക് അത്ര നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയില്ല. എല്ലാതും ഒരേപോലെ വരുമ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയുള്ളൂ. പിന്നെ അധികം ആൾക്കാർക്കും ട്രബിൾ കുറച്ച് കയറി നിൽക്കണം എന്നുള്ളൊരു ഇതുള്ള ആൾക്കാരാണ്. എന്നാൽ കൂടിയും നമുക്ക് ബാക്കിയുള്ള ഫ്രീക്വൻസി എല്ലാം ഫ്ലാറ്റായിട്ട് ഇരിക്കുകയാണ് നല്ലത്. ഒരു 50 ഹെർട്സ് തൊട്ട് ഫ്ലാറ്റായി വർക്ക്, അല്ലെങ്കിൽ 100 ഹെർട്സ് തൊട്ട് ഫ്ലാറ്റായി വർക്ക് ചെയ്യണ സ്പീക്കറുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ബോക്സുകളൊക്കെ കഴിവതും ഉപയോഗിക്കുക. എന്നാലേ നമുക്കൊരു നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയിൽ കേൾക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫ്ലാറ്റ് എന്ന് പറയാൻ കാരണം. ഈ ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് എന്നൊക്കെ പറയുന്നത് ഫ്ലാറ്റായിട്ടുള്ള ഒരു റെസ്പോൺസാണ്. അത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ റൂമിനും ഇതിനൊക്കെ അനുസരിച്ചൊക്കെ ഇതിൽ മാറ്റം വരും. ശരിക്കും അത് റിഫ്ലക്ഷനും കാര്യമൊക്കെ കുറച്ചിട്ടുള്ള റൂമുകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സൗണ്ട് പ്രൂഫിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത റൂമുകളാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുള്ളൂ. എന്നാൽ കൂടി നമ്മൾ ഫ്ലാറ്റായിട്ടുള്ള റെസ്പോൺസുള്ള സ്പീക്കറുകൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ കൂടി ഇതിലിപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതിൽ ഈ 4 ഇഞ്ചിൽ സിപ്പിനേക്കാളും എത്രയോ നല്ലത് ഡൈൻറ്റി തന്നെയാണ്. പിന്നെ കഴിവതും ഒരെണ്ണം ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് മറ്റേ ഊഫറിൻ്റെ അല്ലെങ്കിൽ ട്യൂട്ടറിൻ്റെ SPLൻ്റെ കൂടെ എത്തൂല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 അതിലധികം ഉപയോഗിക്കണമെന്നല്ല. ഇതിപ്പോൾ ഒരു 79 dB SPL ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു 3 dB കൂടി SPL കൂടും. എന്നാൽ അതൊന്നാമത് ഈ സീൽഡ് ആയതുകൊണ്ടാണ്. കഴിയുന്നതും നമ്മൾ സീൽഡ് ഞാനിങ്ങനത്തെ സീൽഡുള്ള മിഡ് റേഞ്ച് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. നമ്മൾ തന്നെ അത് സീൽഡ് ആണെങ്കിൽ കൂടി നമ്മൾ ചെയ്യുന്ന സീൽഡ് ബോക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ഈ ബാക്ക് സീൽഡൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് SPL കുറയാൻ ചാൻസ് ഉണ്ട്. ഏതായാലും ഇതിൽ നല്ലത് ഡൈൻറ്റി തന്നെയാണ്. ഇതും കുഴപ്പമില്ല, ഇതിൽ ഇത്തിരി ട്രബിളൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ റെസ്പോൺസ് നല്ലൊരു ഫ്ലാറ്റ് റെസ്പോൺസ് തരുന്ന ഒരു റേഞ്ചിലും ഇത് ഫ്ലാറ്റായിട്ടുള്ള റെസ്പോൺസ് ഇതിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പല താഴ്ന്നും പൊന്തിയൊക്കെ ആയിട്ടുള്ള ഇതാണ് ഇതിൽ നിന്ന് കിട്ടുക.